നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. എൺപത്തിയാറാമത് കനകമല തീർത്ഥാടനത്തിന് തുടക്കമായി. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തി കനകമല കനാൽ ബണ്ട് റോഡിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KV ജോസ് അനുസ്മരണവും യൂണിയൻ ഏരിയ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും നടത്തി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. മുരിക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിയുടെയും ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ നടത്തി. വാർത്തകൾ വിശദമായി. 86ാമത് കനകമല കുരിശുമുടി മാർത്തോമ തീർത്ഥാടനത്തിന് ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ദീപം തെളിയിച്ചു. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല ഇടവകപ്പള്ളിയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചെറിയത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോളി ചെറമേൽ തെളിയിച്ച ദീപശിഖ വാഹന അകമ്പടികളോടെ മുക്കാട്ടുകര, കൊടകര, വല്ലപ്പാടി എന്നീ ഇടവക പള്ളികളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കനകമല തീർത്ഥാടന കേന്ദ്രം അടിവാരം പള്ളിയിൽ എത്തി. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ദീപശിഖ സ്വീകരിച്ച് ദീപം തെളിയിച്ച് 86ാമത് കനകമല നോൻപുകാല തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദീപശിഖ മാർത്തോമ കുരിശുമുടി പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. വികാരി ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൻ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, ദീപശിഖ കൺവീനർ ബിജു കുയിലാടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടത്തിയ ദീപശിഖ പ്രയാണത്തിന് കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി സ്വീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അല്ലെങ്കിൽ അതിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്നു എന്നുള്ളത് കൊടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇപ്രകാരം നൂറുകണക്കിന് ആളുകൾ വർഷം തോറും വന്നു ചേരുന്ന ഈ വളരെ അനുഗ്രഹപ്രദമായ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരും തന്നെ പങ്കുചേരണമെന്നും ഇന്ന് ആരംഭിക്കുന്ന ഈ തീർത്ഥാടനം, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ തീർത്ഥാടനം, ഇന്ന് തിരിതെളിയിക്കപ്പെടുന്ന ഈ തീർത്ഥാടനം നോമ്പുകാലം ആകുമ്പോഴേക്കും അവിടെ ഒരുപാട് ആളുകൾക്ക് ആത്മസായുജ്യം നേടുന്നതിനൊരു അവസരമായി മാറുകയാണ്. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തി കനകമല കനാൽ ബണ്ട് റോഡിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സജിനി സന്തോഷ്, TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, കനകമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് എന്നിവർ സംസാരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള രീതിയിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഓരോ വികസന പ്രവർത്തനവും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പാലം ഇവിടെ വാർഡ് മെമ്പറോട് സൂചിപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട, ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരാവശ്യമാണ്. ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാഷ്ട്രീയം നോക്കരുത് എന്ന് നമ്മളോടൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ഒരാളായിരുന്നു ഞങ്ങളുടെ ദേവസ്വം. അപ്പോൾ നാടിനാവശ്യമായ വെള്ളം, വെളിച്ചം, ഗതാഗത സൗകര്യങ്ങൾ, ആസ്തികൾ,
കെട്ടിടങ്ങൾ, ആശുപത്രികളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ തന്നെ ഫണ്ടുകൾ അനുവദിക്കുകയും അത് ഏത് സോഴ്സിൽ നിന്നാണോ ലഭിക്കുക അത് പൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ, വികസനത്തെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ ജനപ്രതിനിധികളുടെയും കടമ. ആ കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വവും ഭരണസമിതി അംഗങ്ങളും ഒരു ടീമായിട്ട് നിൽക്കുന്നതാണ് എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആളൂർ പൊരുന്നൻചെറിയുടെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷ് സ്വാഗതവും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി തിലകൻ, അഡ്വക്കേറ്റ് MS വിനയൻ, പഞ്ചായത്ത് അംഗം ഓമന ജോർജ്, കൺവീനർ അരവിന്ദൻ പീണിക്കം എന്നിവർ സംസാരിക്കുകയും ചെയ്തു. പൊരുന്നുചിറ നവീകരണത്തിന് വേണ്ടി ജനകീയ സമിതി ചേർന്ന് രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുളിക്കാനായിട്ട് അപ്പോൾ നീന്താൻ അറിയുന്ന കൂടെ ധൈര്യം നീന്താണ്. അങ്ങനെ രണ്ട് പിണ്ടി വെട്ടിട്ട് അതിന് നീന്തി പഠിക്കാനുള്ള നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇനിയും ഇപ്പോഴത്തെ പിള്ളേരുകൾ എന്ന് വെച്ചാൽ 1-2 പേരുള്ള ബാത്റൂമിൽ കുളിച്ച് ശീലിച്ചു പോയി. ഇനി അവരെ നിർബന്ധമായിട്ടും പുറത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൂട്ടുകാരും ഇല്ല. ഒരു കുട്ടി തെക്കോട്ട് പഠിക്കാൻ പോകുമ്പോൾ വേറെ കുട്ടി വടക്കോട്ട് പോകും. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പലൂർ സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് O രാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CV ശിവൻ, PC ലജീഷ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ കുഞ്ഞാലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ കുഞ്ഞാലിപ്പാറ ഭാഗത്തേക്കുള്ള ദീർഘിപ്പിക്കൽ പൂർത്തിയാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, MR രഞ്ജിത്ത്, EK സദാശിവൻ എന്നിവർ സന്നിഹിതരായി. 16-ാം വാർഡ് അംഗം സുമേഷ് മുത്തമ്പാടൻ സംസാരിച്ചു. വിഭവ സ്രോതസ് അവിടെ ഉണ്ടാവില്ല. എങ്ങനെയായാലും ഇനിയും ഇതിപ്പോൾ അവസാനത്തെ ബഡ്ജറ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിനുണ്ടെങ്കിലൊക്കെ വാരി വേദന ഇപ്പോൾ തരാം. മറ്റത്തൂർ പഞ്ചായത്തിനോട് ബ്ലോക്ക് പഞ്ചായത്ത് സാമാന്യം വേണ്ട നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വർത്താനം നേടുന്നില്ല. MR അടക്കമുള്ള ആളുകളുണ്ട് ഇന്നത്തെ ഈ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ കുഞ്ഞിപ്പാറ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാനുമായിരുന്ന KV ജോസ് അനുസ്മരണവും യൂണിയൻ ഏരിയ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും നടത്തി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ അംഗം ഷീജ വത്സൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ PC ഉമേഷ്, MK അശോകൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, AK ബാലൻ, PG ഷാജി, VN ഗിരീഷ് എന്നിവർ സംസാരിച്ചു. മാർച്ച് 23-ന് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിന് 101 അംഗ കമ്മിറ്റിയെയും ഭാരവാഹികളായി PR പ്രസാദൻ ചെയർമാൻ, AK ബാലൻ കൺവീനർ, MK മോഹനൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. മറ്റത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് അംഗം ബിജു KS ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് രജിഷ സജീവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ ജെൻഡർ RP ശാലിനി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. രജനി രാമൻ, ഷാജു കാവുങ്കൽ, T ബാലകൃഷ്ണ മേനോൻ, ജയ ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ഹിന്ദു ഐക്യവേദി കൊടകര പഞ്ചായത്ത് കൺവെൻഷനും കുടുംബ സംഗമവും നടത്തി. താലൂക്ക് ജനറൽ സെക്രട്ടറി സുഭാഷ് PC ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശശി പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സജീവ് JK, ദിനേശൻ KB, ശാന്ത ജ്യോതികുമാർ, ചന്ദ്രൻ VK, ജ്യോതികുമാർ, PC, രോഷ്നി രജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ശശി പണിക്കശ്ശേരി പ്രസിഡന്റ്, ചന്ദ്രൻ VK ജനറൽ സെക്രട്ടറി, മോഹനൻ OV ഖജാൻജി എന്നിവരെയും 12 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മുരിക്കിങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിയുടെയും ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ നടത്തി. രാവിലെ 7:30 മുതൽ 9 മണി വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രം മീനം രാശി ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠ നടത്തിയത്. നിത്യപൂജ, പ്രാർത്ഥന, ദക്ഷിണ, അന്നദാനം, വൈകിട്ട് 6-ന് ദീപാരാധന, തുടർന്ന് ശിങ്കാരിമേളം എന്നിവയും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി
മംഗലത്ത് അഴകത്തുമന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർണമന ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചാലക്കുടി തച്ചുടപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ചപ്പുചവറുകൾക്ക് തീപിടിച്ചു. ശനിയാഴ്ച 2 മണിയോടെയാണ് സംഭവം. ഉണങ്ങിക്കിടന്ന ചപ്പുചവറുകളും മരങ്ങളും കത്തിപ്പടരുകയായിരുന്നു. ആരോ അശ്രദ്ധമായി പുകവലിച്ച ശേഷം വലിച്ചെറിഞ്ഞ തീയിൽ നിന്ന് ആവും തീ പടരാൻ കാരണമായതെന്ന് കരുതുന്നു. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നീണ്ട പരിശ്രമത്തിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം സർവീസ് റോഡിന് സമീപത്തെ ഉണക്കപ്പുല്ലിന് തീപിടിച്ചു. ഒഴിവായത് വലിയ അപകടം. KSCBയുടെ ട്രാൻസ്ഫോർമറിന് സമീപം വരെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. BSNLന്റെ കേബിളുകളും കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്തെ മിൽമയുടെ പ്ലാന്റിന്റെ മതിൽ വരെ തീ ആളിപ്പടർന്നു. അപ്പോഴേക്കും ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ട്രാൻസ്ഫോർമറിലേക്ക് തീ പടരുന്നതിന് മുൻപായി ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ സാധിച്ചത് വലിയ അപകടം ഒഴിവാക്കി. സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ വെള്ളം തെളിച്ച് തീ അണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും കാറ്റിനെ തുടർന്ന് തീ കൂടുതൽ പടരുകയായിരുന്നു. വേനൽ ശക്തമായതോടെ പുല്ലിന്റെ തീപിടുത്തം വർദ്ധിച്ചു വരികയാണ്. പുകവലിക്ക് ശേഷം അലസമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളും മറ്റുമാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൺപത്തിയാറാമത് കനകമല തീർത്ഥാടനത്തിന് തുടക്കമായി. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തി കനകമല കനാൽ ബണ്ട് റോഡിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KV ജോസ് അനുസ്മരണവും യൂണിയൻ ഏരിയ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും നടത്തി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. മുരിക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിയുടെയും ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.